ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഫ്രീ ഫയർ പ്ലേയേഴ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ഫ്രീ ഫയർ പ്ലെയർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ് ചെയ്തേക്കുക, കൂടാതെ വീഡിയോ കൂടെ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുക, മാക്സിമം നിങ്ങൾ ലൈക്ക് അടിച്ച് പവർ ഗൈസ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ കണ്ടൻറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എങ്ങനെ പ്രോപ്പറായിട്ട് വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ തന്നെ മനസ്സിലാവും. എങ്ങനെയൊക്കെ അടിച്ചാലാണ് വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്, മീൻസ് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർ ഹെഡ്ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഓരോ രീതികാരം, അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ അടിക്കണം, എങ്ങനെ അടിക്കേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഒരു വീഡിയോയിൽ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പെട്ടെന്നൊക്കെ ഇനി വന്ന് പെട്ടെന്ന് തന്നെ വൺ ടൈപ്പ് കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇതിന് ഞാൻ സ്ക്രീനിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളപ്പോൾ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഡ്രാഗ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു എനിമി അടുത്തോട്ട് ഒരു MP40 UMP പോലുള്ള ഗൺസ്, മീൻസ് നമ്മൾ എയർ ഗണ്ണായാലും കുഴപ്പമില്ല, കുത്തിപ്പിടിച്ച് നമുക്ക് അടുത്തോട്ട് വരുന്ന എനിമീസിന് ഇതേപോലെ ഡ്രാഗ് ചെയ്യാം. മീൻസ് ഇപ്പോൾ നമ്മൾ അടുത്തോട്ട് എനിമി ഇതേപോലെ മേലോട്ട് ഡ്രാഗ് ചെയ്ത് കയറ്റണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെഡ് കാര്യങ്ങളൊക്കെ അടിച്ച് എനിമീസിനെ കില്ലെടുക്കാൻ പറ്റിയ ആദ്യത്തെ ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്യുന്നത് ഒരു സൈഡിലോട്ടായിട്ടാണ് കേസ് ഞാൻ ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു സൈഡിലോട്ട് മീൻസ് നമ്മൾ എനിമി നടന്നു പോവുകയാണ്, ഒരു സൈഡിലോട്ട് നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ സൈഡിലോട്ട് ഇതേപോലെ നീക്കിയ ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്, ഇതേപോലെ റൈറ്റ് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊള്ളുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ സൈഡിലോട്ട് ചെരിച്ചിട്ട് നിങ്ങൾ ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹെഡ് കാര്യങ്ങളൊക്കെ അടിച്ച് അവന്മാരെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വേറെ വീഡിയോ ക്ലിപ്പ് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്രാഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഒന്ന് കറങ്ങിയും കൊണ്ടാണ് നമ്മൾ ഈ ഡ്രാഗ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രാഗ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് വൺ ടൈപ്പ് അടിക്കുന്ന സമയത്താണ് ഈ ഒരു ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതേപോലെ ഒന്ന് കറക്കിയിട്ട് റൗണ്ട് കറക്കിയിട്ടൊന്ന് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നരിതിക ഹെഡ് കാര്യങ്ങളൊക്കെ കൊള്ളും. ഇപ്പോൾ സൈഡിലാണ് നിർമ്മിച്ച ആ ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്കിയിട്ട് നിങ്ങൾ അടിക്കുക, മീൻസ് ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് കറക്കാനായിട്ട് ഒന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നരിതിക്ക് തന്നെ ഹെഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എനിമീസിനെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. വൺ ടാപ്പ് അടിക്കാൻ മാത്രമേ ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ വർക്കാവത്തുള്ളൂ. പിന്നെ കുത്തിപ്പിടിക്കുന്നവർക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചത് 3-4 കാര്യങ്ങളുണ്ടല്ലോ, 3 കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾക്ക് പറ്റിയ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാവും നിങ്ങൾ 200 മറ്റേ ഏകദേശം 150-ൻ്റെ ഉള്ളിൽ വെച്ചിടാൻ ശ്രമിക്കുക. മീൻസ് 100-ൻ്റെയും 150-ൻ്റെ ഇടയ്ക്ക് ഒരു 130-140 ഒക്കെ ഇട്ട് വെച്ച് കളിക്കാൻ ശ്രമിക്കുക. ഞാൻ 139 ഇടുന്നത് നിങ്ങളത് വെച്ച് കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പോലെ ഈ ഒരു സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ ഇതേപോലെ നിങ്ങളിട്ട് കളിക്കാൻ നിങ്ങൾക്ക് അതിനെ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾക്ക് എനിമീസിൻ്റെ മുന്നിൽ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിന് മുന്നിൽ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ഇനി കാണാൻ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.